എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. PMR വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ നിന്നും ഞാൻ രാജേഷ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സ്റ്റൗ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ തീ കുറഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു, എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് എങ്ങനെ നമുക്ക് റിപ്പയർ ചെയ്യാം, അതെങ്ങനെ ശരിയാക്കിയെടുക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ കുറച്ച് സമയദൈർഘ്യം ഉള്ള വീഡിയോയാണ്. കാരണം നമ്മൾ ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ കംപ്ലൈൻറ്റ് എന്താണ്, ഇങ്ങനെ തീജ്വാല കുറഞ്ഞു വരുന്നതും അത് പിന്നീട് കുറഞ്ഞ് കെട്ടുപോകുന്നത് എങ്ങനെയാണ്, അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് കണ്ടെത്തി അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് പോയാലോ. അപ്പോൾ നമുക്കിതിൻ്റെ റിപ്പയറിംഗ് ഒന്ന് കണ്ട് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ ഈ സ്റ്റൗ അഴിച്ച് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കാം. ആദ്യം ഇതെടുത്ത് മാറ്റുക, പിന്നെ അതിൻ്റെ ബർണർ ഊരി മാറ്റുക, പിന്നെ അതിൻ്റെ താഴെ വെച്ചിരിക്കുന്ന ആ വട്ടമെടുത്ത് മാറ്റുക. എന്നിട്ട് നമുക്ക് സ്റ്റൗ നേരെ തിരിച്ചു വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഊരിയെടുക്കണം. അപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ നെട്ടൊക്കെ ഉപയോഗിച്ച് പഴുകി വെള്ളമൊക്കെ ചാടി തുരുമ്പെടുത്തിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇച്ചിരി മണ്ണെണ്ണയോ ഓയിലോ തൊട്ട് കൊടുത്തിട്ട് അതിൻ്റെ തുരുമ്പ് കളഞ്ഞിട്ട് വേണം ഊരാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഊരിപ്പോരാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമുക്കിത് ഊരി എടുക്കാം. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ബർണർ ഊരിയെടുത്തു കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഊരിയെടുക്കേണ്ടത് ഈ നോബാണ്. അപ്പോൾ ഇതിനകത്തൂടെയാണ് ഗ്യാസ് കടന്നു വരുന്നത്. അപ്പം ഇതിൻ്റെ ഈ ജ്വാല കുറഞ്ഞു പോകുന്നതിൻ്റെ പ്രശ്നം ശരിക്കും സംഭവിക്കുന്നത് ഈ നോബിനകത്താണ്. അപ്പം നമുക്ക് ഇത് എങ്ങനെ അഴിച്ചെടുക്കാം, അതെങ്ങനെ ക്ലിയർ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഫ്രണ്ടിൽ നമ്മൾ തിരിക്കുന്ന നോബ് ഊരി മാറ്റാം. അപ്പം അതിൻ്റെ അടിവശത്ത് 2 സ്ക്രൂ കാണാം. അപ്പോൾ നമ്മൾ ഈ സ്ക്രൂ അഴിച്ച് എടുക്കണം. പഴയ സ്റ്റൗവൊക്കെ ആണെങ്കിൽ ആ സ്ക്രൂ ഊരി പോരാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, തുരുമ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇച്ചിരി മണ്ണെണ്ണ ഓയിലോ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഊരിയെടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ നോബ് 2 സൈഡിൽ നിന്നും ഊരി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പൈപ്പ് ഒന്ന് ഊരി എടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ പൈപ്പ് ഊരിയെടുത്തു. ഇനി നമുക്ക് ഈ നിപ്പ് ഊരിയെടുക്കണം. അതിനകത്താണ് ഓയിൽ വന്നടിയുന്നത്. അപ്പോൾ നമുക്കത് ഊരിയെടുക്കാം. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റൗവൊക്കെ ആണെങ്കിൽ ഈ നോബ് ഊരി വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ നോബ് എടുത്തിട്ട് അതിൻ്റെ മുമ്പ് വശത്ത് പയ്യെ പ്ലെയർ കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ ചുറ്റിക കൊണ്ടോ പയ്യെ തട്ടി കൊടുക്കാൻ നമുക്ക് ഊരേണ്ട ദിശയിലേക്ക്, എന്നാലേ അത് ഊരിപ്പോരുകയുള്ളൂ. ഇതുപോലെ പയ്യെ തട്ടി കൊടുക്കുക. അപ്പോൾ അത് ആ ഊരേണ്ട സൈഡിലേക്ക് തിരിഞ്ഞ് വരുന്നതാണ്. എന്നിട്ട് നമ്മൾ ഊരാൻ പാടുള്ളൂ. അധികം ബലം പിടിക്കരുത്. ബലം പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് ഊരിയെടുക്കേണ്ടത് ഈ പോയിൻ്റാണ്. അതായത് ഗ്യാസ് ഉള്ളിലേക്ക് പ്രവഹിക്കുന്ന ആ പോയിൻ്റ് ഊരിയെടുക്കണം. പോയിൻ്റ് ഊരിയെടുക്കാനായിട്ട് അതിൻ്റെ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ ഊരിയെടുക്കണം. ഇത് വളരെ ചെറിയ സ്ക്രൂ ആണ്. അപ്പോൾ നമുക്കത് ഊരി എടുക്കണം. എന്നാലേ നമുക്ക് അതിനകത്തുള്ള ആ പോയിൻ്റ് ഊരിയെടുക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ സ്ക്രൂ ഊരി മാറ്റി. അപ്പോഴത്തേക്കും അതിനകത്തുനിന്ന് ഈ നോബ് ഊരി വരും. നമ്മൾ തിരിക്കുന്ന നോബ് ഇടുന്ന ആ ഭാഗം ഊരി വരും. അപ്പോൾ അതിനകത്തൊരു സ്പ്രിങ് ഉണ്ട്. ആ സ്പ്രിങ് കളയാണ്ട് മാറ്റി വെക്കണം. കാരണം സ്പെയർ ഒന്നും കിട്ടത്തില്ല സ്പ്രിങ്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തുള്ള പോയിൻ്റ് ഊരിയെടുക്കണം. ആ പോയിന്റിനകത്തെ കൂടിയാണ് ഗ്യാസ് നമുക്ക് കത്താനുള്ള ആവശ്യത്തിന്
നിബിനകത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ നോബിൻ്റെ അകത്തുള്ള ഈ പോയിൻറ്റിൻ്റെ അകത്തുള്ള ആ ചെറിയ സുഷിരത്തിലാണ് ഓയിൽ കയറി വന്ന് അടയുന്നത്, ഗ്യാസിൻ്റെ ഓയിൽ വന്ന് അടയുന്നത്. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിനകത്ത് ഓയിൽ വന്ന് അടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ജ്വാല കുറഞ്ഞ് കത്താൻ തുടങ്ങിയത്. അത് അടയും തോറും നമ്മുടെ ജ്വാല കുറഞ്ഞു വരും. അപ്പോൾ നമുക്കിത് എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം. ഇത് ക്ലീൻ ചെയ്യാൻ നമുക്ക് വേണ്ട ആയുധം ചെറിയൊരു പിന്നും ഒരു കോപ്പർ വയറിൻ്റെ കഷ്ണവുമാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഒരു സെറ്റി പിൻ എടുക്കുക. സെറ്റി പിൻ എടുത്ത് അത് നൂർത്തിയെടുത്തിട്ട് നമ്മുടെ ഈ നോബ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഗ്യാസ് കടന്നു വരുന്ന ഭാഗത്ത് ഓയിൽ അടിഞ്ഞു കൂടിയിരിക്കുന്നത് നോക്കിയിട്ട് അത് പയ്യെ ഈ സെറ്റി പിന്നിൻ്റെ മൊന കൊണ്ട് കുത്തി ആ ഓയിൽ അവിടുന്ന് നീക്കം ചെയ്ത് കളയുക. അപ്പോൾ നന്നായിട്ട് കുത്തിക്കളയണം. ഒരു കറുപ്പ് കലർന്ന കളറിലുള്ള ഇതായിരിക്കും ഓയിൽ. അപ്പോൾ അത് കട്ട പിടിച്ചിങ്ങനെ ഇരിക്കും. അത് കുത്തിക്കളയാൻ വളരെ ഈസിയാണ്. അത് കുത്തിക്കളഞ്ഞ് ശരിക്ക് കുത്തിക്കളഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ആ അഗ്രഭാഗം, ഈ നോസിൻ്റെ അഗ്രഭാഗം നമ്മൾ ഒന്ന് ഊതി വൃത്തിയാക്കണം. പൊടിയെല്ലാം ഒന്ന് ഊതിക്കളയണം. എന്നിട്ട് പയ്യെ സെറ്റി പിന്നിൻ്റെ തുമ്പുവശം നമ്മുടെ ആ നോസിൻ്റെ ഉള്ളിലേക്ക് കയറ്റണം. അതായത് ചെറിയ ജ്വാല വരുന്ന ഭാഗത്ത് ചെറുതായിട്ട് ഗ്യാസ് കടന്നു വരുന്നതിൻ്റെ ആ നോബിനകത്തേക്ക്, ആ തുളയ്ക്കകത്തേക്ക് പയ്യെ സെറ്റി പിന്ന് കടത്തിയിട്ട് പയ്യെ ഒന്ന് തിരിച്ചു കൊടുക്കണം. അപ്പോൾ അതിനകത്ത് അടഞ്ഞിരിക്കുന്ന ആ ഓയിൽ കംപ്ലീറ്റ് പോകുന്നതായിരിക്കും. എന്നിട്ട് പയ്യെ ഒന്ന് ഊതി വൃത്തിയാക്കുക. അതിൻ്റെ ഉള്ളിലും ഓയിലുണ്ടോയെന്ന് നോക്കണം. ഓയിലാണ് ശരിക്കും ഇതിനകത്തുള്ള പ്രശ്നം. അതായത് നമ്മൾ ഗ്യാസ് കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഗ്യാസിൻ്റെ ഇത് തള്ളി അതിൻ്റെ ഓസിൽ കൂടെ ഓയിൽ വരും. ഓയിൽ വന്നിട്ട് നമുക്ക് ഈ ഏറ്റവും നൈസ് ഭാഗത്തെ കൂടെയാണല്ലോ നമുക്ക് ഗ്യാസ് വന്ന് കത്തുന്നത്. അപ്പോൾ ആ ഭാഗത്ത് വന്നിട്ട് ഗ്യാസ് തള്ളാൻ ഓയിൽ നമ്മുടെ നിപ്പിൻ്റെ ഭാഗത്ത് അടിഞ്ഞു കൂടും. അപ്പോഴത്തേക്കും ആണ് നമുക്ക് ഗ്യാസ് അതിലേക്ക് നമ്മുടെ ബർണറിലേക്ക് ശരിക്കും ഗ്യാസ് വരില്ല. ഗ്യാസ് വരാണ്ടാണ് നമുക്കിങ്ങനെ ജ്വാല മങ്ങി വന്ന് ഇത് കെട്ടുപോകുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സ്റ്റൗ വരുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കും നമ്മുടെ സ്റ്റൗ കംപ്ലൈൻ്റ് ആയി, മൊത്തം പ്രശ്നമായി എന്നോർത്ത് നമ്മൾ ഒന്നിലെ പുതിയ സ്റ്റൗ മേടിക്കാൻ പോകും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ സ്റ്റൗ സർവീസ് ചെയ്യുന്നവരെ അന്വേഷിച്ച് പോകും. ചിലപ്പോൾ നമുക്ക് സമയത്ത് അവരെ കിട്ടിയെന്നൊന്നും ഇരിക്കില്ല. അപ്പോൾ നമുക്ക് ഇത് ഈസി ആയിട്ട് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഇതിന് വലിയ അധികം ടൂൾസോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും വേണ്ട. ഒരു പ്ലെയറും ഒരു സ്ക്രൂ ഡ്രൈവറും ഒരു ചെറിയ സെറ്റി പിന്നും ഒരു ബയറിൻ്റെ കഷ്ണവും മതി. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് സ്റ്റൗ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ തന്നെ നമ്മളിപ്പോൾ ഈ നോബെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ക്ലീൻ ചെയ്യേണ്ടത് ഈ നിബ്ബാണ്. അപ്പോൾ ഈ നിബിനകത്തും ഇതുപോലെ ഓയിൽ ചെറുതായിട്ട് കയറി അടയും. അപ്പം അതും നമുക്ക് ഇതേപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് ആദ്യം ഊരിയെടുക്കാം. നിബ്ബ് ഊരിയെടുക്കാൻ വളരെ എളുപ്പമാണ്. പയ്യെ പ്ലെയറിന് പിടിച്ച് തിരിച്ചു കഴിഞ്ഞാൽ നിബ്ബ് ഊരിപ്പോരും. അപ്പം ഈ നിബ്ബ് ഊരിയെടുത്തതിന് ശേഷം അതിനകത്ത് ഓയിലുണ്ടോ എന്ന് നോക്കുക. ഓയിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ആദ്യം സെറ്റി പിന്ന് ഇട്ട് ക്ലീൻ ചെയ്ത പോലെ നമ്മൾ ആ നിബിൻ്റെ ഉൾവശം ഒന്ന് സെറ്റി പിന്നിൻ്റെ തുമ്പ് കടത്തി ക്ലീൻ ചെയ്യുക. നിബിനകത്ത് എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിനകത്തും ഓയിൽ കയറി അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊന്ന് പയ്യെ സെറ്റി പിന്ന് വെച്ച് തിരിച്ച് ഒന്ന് ക്ലീൻ ചെയ്യുക. എന്നിട്ട് അതൊന്ന് ഊതി ഒക്കെ വൃത്തിയാക്കുക. അതിനകത്ത് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ആ പൊടി പോകാൻ വേണ്ടി പയ്യെ ഒന്ന് ഊതി കൊടുക്കുക. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ നിപ്പ് എടുത്ത് നമ്മൾ ആദ്യത്തെ നിപ്പ് ക്ലീൻ ചെയ്ത പോലെ തന്നെ ക്ലീൻ ചെയ്യുക. നമുക്ക് ഈ പൈപ്പ് വേണമെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് ഇതിൻ്റെ നീളമുള്ള ഒരു ചെറിയ വണ്ണം കുറഞ്ഞ കമ്പി എടുക്കുക. അതിട്ട് ഇതിനകത്ത് തിരിക്കുക. അപ്പോൾ ഇതിനകത്തുള്ള അഴുക്ക് കംപ്ലീറ്റ് പോയി കിട്ടും. നമ്മൾ ഊരിയെടുത്ത നോബ് എല്ലാം പൈപ്പിലേക്ക് മുറുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒന്നും കൂടെ ഇതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു കോപ്പർ വയർ എടുക്കുക. ആ കോപ്പർ വയറിൻ്റെ ഒരു കമ്പി പയ്യെ എടുക്കുക. അത് ഇതുപോലെ ആക്കിയെടുക്കുക. എന്നിട്ട്
അത് ഈ നിബിൻ്റെ ചെറിയ നൈസായിട്ടുള്ള തുളയുള്ള ഭാഗത്തേക്ക് ഇട്ടിട്ട് പയ്യെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. അപ്പോഴത്തേക്ക് അതിനകത്ത് എന്തെങ്കിലും ഓയിലിൻ്റെ അംശമോ അഴുക്കോ പോകാനുണ്ടെങ്കിൽ അത് ക്ലിയറായിട്ട് പോയി കിട്ടും. ഇപ്പോൾ ഇത് ക്ലിയറായിട്ട് പോയി. അപ്പോൾ നമുക്ക് അടുത്ത നിപ്പും എടുത്ത് അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. അത് ചെയ്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം റീസെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഊരിയെടുത്തത് അതുപോലെ എല്ലാം മുറുക്കി എടുക്കാം. അപ്പോൾ നമുക്കിപ്പം ഈ നിബ് എടുത്ത് ഇതിലിട്ട് മുറുക്കാം. കൈക്ക് മുറുക്കി കൊടുക്കുക. അതിനുശേഷം പ്ലെയർ എടുത്ത് പയ്യെ ഒന്ന് മുറുക്കി കൊടുക്കുക. നന്നായിട്ട് മുറുക്കി കൊടുക്കുക. അങ്ങനെ 2 നോബും അതുപോലെ നിബ് ഇട്ട് മുറുക്കുക. നമ്മൾ ആദ്യം ഊരി വെച്ചിരുന്ന നോസിൽ ജെറ്റ് എടുത്ത് നമ്മൾ അതിൻ്റെ ചെറിയ സുഷിരത്തിൽ നമുക്ക് ചെറിയതായിട്ട് ഗ്യാസ് കടന്നു വരുന്ന ചെറിയ തീ ജ്വാല കത്തുന്ന ആ സുഷിരം നമ്മൾ ഇതുപോലെ വയറ് കടത്തി ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക, നമ്മൾ റീസെറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട്. അപ്പോൾ അതുപോലെ രണ്ടും ക്ലീൻ ചെയ്തെടുക്കുക. എന്തെങ്കിലും അഴുക്ക് പോകാനുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് പോകാൻ വേണ്ടിയാണ് ഈ കോപ്പറിൻ്റെ കമ്പി കടത്തിയിട്ട് അത് ക്ലിയർ ആക്കുന്നത്. കോപ്പറിൻ്റെ കമ്പി വളരെ നൈസായതുകൊണ്ട് തന്നെ അത് അതിൻ്റെ അകത്തേക്ക് കയറ്റി വിട്ടുകൊണ്ട് പൂർണ്ണമായിട്ട് അതിൻ്റെ അകം ക്ലീൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കിനി ഇതെല്ലാം റീസെറ്റ് ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ നോബിടുന്ന ഇതെടുക്കുക. എന്നിട്ട് സ്പ്രിങ്, അതിനകത്ത് ചെറിയൊരു ഹോളുണ്ട്. ഹോളിലേക്ക് നമ്മൾ ആ സ്പ്രിങ് കയറ്റി വയ്ക്കുക. സ്പ്രിങ് കയറ്റി വെച്ചിട്ട് ജെറ്റ് അതിലേക്ക് കയറ്റി വയ്ക്കുക. കയറ്റി വെച്ചിട്ട് ഉണ്ടോ ഇതുപോലെ ജെറ്റിനകത്തേക്ക് സ്പ്രിങ് കയറ്റി വയ്ക്കുക. സ്പ്രിങ് കയറ്റി വെച്ചിട്ട് നമ്മൾ നോബ് തിരിക്കുന്ന സാധനം അതിനകത്തേക്ക് കയറ്റി വയ്ക്കുക. കയറ്റി വെച്ചിട്ട് അതിലാണ് സ്ക്രൂ വിട്ട് മുറുക്കുന്നത്. അപ്പോൾ സ്ക്രൂ വിട്ട് മുറുക്കാൻ വേണ്ടി നമുക്ക് ഇത് ഇനി നിബിൻ്റെ ഹോൾഡറിലേക്ക് കയറ്റി വയ്ക്കാം. അപ്പോൾ അത് കയറ്റി വയ്ക്കുമ്പോഴത്തേക്കും ശരിക്കും പ്രസ് ചെയ്ത് പിടിക്കണം. കയറ്റി വെച്ചിട്ട് എന്നിട്ട് നമ്മൾ ഊരിയ സ്ക്രൂ അതിലേക്കിട്ട് മുറുക്കണം. ആ ചെറിയ സ്ക്രൂ നമ്മൾ ആദ്യം ഊരി വെച്ചത് എടുത്ത് അതിലിട്ട് മുറുക്കണം. അതുപോലെ കൈക്ക് പയ്യെ പിടിച്ചു കൊടുക്കുക. എന്നിട്ട് സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് പയ്യെ മുറുക്കി കൊടുക്കുക. എന്നിട്ട് ഇങ്ങോട്ടും തിരിയുമോന്ന് നോക്കുക. വേണമെങ്കിൽ നമുക്ക് നോബിട്ട് ഒന്ന് തിരിച്ച് ചെക്ക് ചെയ്ത് നോക്കാം, അത് തിരിയുന്നുണ്ടോ, കറക്റ്റാണോ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ. അതിനുശേഷം നമുക്കിത് ഇനി പൈപ്പിലേക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളിത് പൈപ്പിലേക്ക് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സെറ്റ് ചെയ്യുന്ന പൈപ്പിലേക്ക് മുറുക്കുന്ന ഭാഗത്ത് ഒരു അലുമിനിയം വാഷുണ്ട്. അപ്പോൾ വാഷ് പൊട്ടിപ്പോയതാണെങ്കിൽ നമ്മളത് പുതിയതൊരെണ്ണം മേടിച്ചിടണം. ഇനി അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആ വാഷ് തന്നെ ഉപയോഗിച്ച് മുറുക്കാം. അപ്പോൾ ചെറുതായിട്ട് MCയിലോ അല്ലെങ്കിൽ ഗമ്മോ നമ്മളവിടെ തേച്ച് കൊടുത്തിട്ട് മുറുക്കുന്നത് വളരെ നല്ലതായിരിക്കും.
ഗ്യാസ് ഒട്ടും ലീക്ക് ചെയ്യില്ല. ഇപ്പോൾ നമ്മൾ നോബെല്ലാം പൈപ്പിലേക്ക് പിടിപ്പിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് സ്റ്റൗവിലേക്ക് വെച്ച് മുറുക്കാം. എങ്ങനെയാണോ നമ്മൾ പൈപ്പ് ഊരിയെടുത്തത് അതുപോലെ തന്നെ ശ്രദ്ധയോടുകൂടി പൈപ്പ് കയറ്റി മുറുക്കുക. ആദ്യം ഒരു സൈഡ് ഇങ്ങോട്ട് കടത്തി വിടുക. അത് കഴിഞ്ഞ് ഇപ്പുറത്തെ സൈഡും കൂടി കയറ്റിയതിന് ശേഷം ആ ഹോളിലേക്ക് വെച്ച് സ്ക്രൂ ഇട്ട് മുറുക്കുക. നമ്മൾ നോബ് വെച്ച് മുറിക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ തിരിക്കുന്ന നോബ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നോക്കുക. കറക്റ്റാണോ, തിരിയുന്നുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അതെല്ലാം പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് ബർണർ വയ്ക്കാനുള്ളത് മുറുക്കാം. കയറ്റി വയ്ക്കുക. അതിൻ്റെ നീളം എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് നമ്മളതിന് 2 ഹോളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഹോളുണ്ട് നമ്മുടെ സ്റ്റൗവിൻ്റെ ലെങ്ത്ത്, ഫർണസിൻ്റെ ലെങ്ത്ത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അത് വെച്ച് മുറുക്കുക. അപ്പോൾ നമ്മൾ പൈപ്പെല്ലാം സ്റ്റൗവിലേക്ക് വെച്ച് മുറുക്കി കഴിഞ്ഞു. ഫർണസും വെച്ച് മുറുക്കി കഴിഞ്ഞു. അപ്പം നമുക്ക് ഇനി അതിൻ്റെ മുകളിൽ ഫർണർ വെച്ച് നോക്കാം. ആ ഫർണർ വയ്ക്കുമ്പോഴത്തേക്കും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഫർണറിന് പൊട്ടലോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോ തുള വലുതായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അത് ചൂടായി ഇങ്ങനെ പൊട്ടൽ വീണ പോലെ ഇരിക്കും. അങ്ങനെയുണ്ടെങ്കിൽ അത് പുതിയത് മാറി വയ്ക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ തീ ഇറങ്ങി ഈ ഫർണസിനുള്ളിൽ കിടന്ന് തീ കത്താനുള്ള ചാൻസ് കൂടുതലാണ്. അതുണ്ടാകാണ്ടിരിക്കാൻ വേണ്ടി അതിന് പൊട്ടൽ വന്നു കഴിഞ്ഞാൽ അന്നേരം ആ ഫർണർ മറ്റ് പുതിയത് മേടിച്ച് വയ്ക്കാൻ നോക്കണം. അപ്പോൾ നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മളിപ്പം സ്റ്റൗ കത്തിച്ച് നോക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ കത്തുന്നുണ്ട്. നമ്മൾ ആദ്യം റിപ്പയറിന് മുമ്പ് ഇത് എങ്ങനെയായിരുന്നു ഇപ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് നോക്കുക. നല്ല ജ്വാലയായിട്ട് ഇപ്പോൾ കത്തുന്നുണ്ട്. അപ്പം നമുക്ക് ഗ്യാസ് സ്റ്റൗ ഇത്രയും ഈസി ആയിട്ട് നമുക്ക് സ്വന്തമായി തന്നെ ക്ലീൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് സ്റ്റൗവിൽ തീജ്വാല കുറഞ്ഞു പോകുന്നതിൻ്റെ യഥാർത്ഥ കാരണം ഇതാണ്. ഈ ഓയിൽ കയറി ബ്ലോക്ക് ആവുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഈസിയായി നമുക്ക് ക്ലീൻ ചെയ്യാം എന്നുള്ളത് ഈ വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.